നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം ബാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വെണ്ടോരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയാണ് മരിച്ചത്. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. കോടാലി മോനടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ സോപാനത്തിന്റെ സമർപ്പണവും കീനൂരപ്പന് ഒരടി ചുറ്റുമതിൽ പദ്ധതി സമർപ്പണവും നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി ഗ്രാമിന് 9,000 കടന്നു. പവന്റെ വില 72,000 പിന്നിട്ടു. വാർത്തകൾ വിശദമായി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. മാറിയ കാലത്തിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയിലും പരിവർത്തനങ്ങൾ. ഇടയന്റെ വിയോഗത്തിൽ വിങ്ങലിലാണ് ലോകം. ഫെബ്രുവരി 14 മുതൽ അദ്ദേഹം വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 88-കാരനായ മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യനില മോശമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്ലൂറസി ബാധിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266 പോപ്പായി സ്ഥാനമേറ്റത്. കർദിനാൾ ബർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരുന്നത്. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മരിയോ ജോസ് ബംഗോളിയോയുടെയും മരിയ സിവാരിയോയുടെയും 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17 ബർഗോളിയോ ജനിച്ചത്. പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു. അഭയാർത്ഥികളോടുള്ള മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു. പല യാഥാസ്ഥിതിക നിലപാടുകളെയും ചേർത്തുപിടിച്ച സഭാനായകരെ കത്തോലിക്ക സഭയ്ക്കും ലോക ജനതയ്ക്കും ഒരിക്കലും മറക്കാനാകില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് അനുശോചിച്ചു. ലോക സമാധാനത്തിനും സമൂഹ നന്മയ്ക്കും സർവോപരി പാവങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടേതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അനുസ്മരിച്ചു. മാർപ്പാപ്പയുടെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം നേതൃത്വ യോഗങ്ങളും 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചതായും ജോസഫ് ടാജറ്റ് അറിയിച്ചു. വെണ്ടോരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടോർ അളകപ്പ ഗ്രൗണ്ടിന് സമീപം കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയാണ് മരിച്ചത്. ശനിയാഴ്ച വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ സ്വീകരിക്കാൻ പോയതാണ് ഒലിവിയ.
ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലിവിയയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ഒലിവിയയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലിവിയയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയും അവശയായതുകൊണ്ട് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വീട്ടിലേക്ക് മടങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി പല്ലിശ്ശേരി വീട്ടിൽ ജോളി, മകൾ എബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ വരുന്നത് കണ്ട് ബസ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപിൽ പോയ മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ അമ്മയെയും മകളെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ സെന്ററിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം, 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ കല്ലൂർ സ്വദേശി അമൽ, ആമ്പല്ലൂർ സ്വദേശി പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8:30ഓടെയായിരുന്നു സംഭവം. കോടാലി മോനടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 23 ബുധനാഴ്ച വൈകിട്ട് ആചാര്യവരണം, കലവറ നിറയ്ക്കൽ എന്നിവ ഉണ്ടാകും. ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി ആദ്യ സമർപ്പണം നടത്തും. തുടർന്ന് തീർത്ഥക്കുളം ശ്രീ രുദ്രമഹാകാളി മുത്തപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്ന് തണ്ടികവരവിന് ശേഷം മറ്റു സമുദായങ്ങളിൽ നിന്നും തണ്ടികവരവും ഉണ്ടായിരിക്കും. ഏപ്രിൽ 30-ാം തീയതി ബുധനാഴ്ച രാവിലെ 7:10-നും 9 മണിക്കുമിടയിൽ ദേവപ്രതിഷ്ഠയും ഉച്ചയ്ക്ക് 11:30 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും. മെയ് 3 ശനിയാഴ്ച രാവിലെ 4-ന് നടതുറപ്പ്, ഉച്ചകഴിഞ്ഞ് 4:30-ന് എഴുന്നള്ളിപ്പ്, കാഴ്ചശീവേലി, ദീപാരാധന, വൈകിട്ട് 7:30-ന് പ്രസാദ ഊട്ട്, മഹാനിവേദ്യം, ചതുശതം എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബാലൻ നന്ദിപുലത്ത്, നാരായണൻ എരടത്ത്, ശിവൻ പോട്ടോക്കാരൻ, സോമൻ തൃക്കാശ്ശേരി എന്നിവർ പങ്കെടുത്തു. അഷ്ടമംഗല പ്രശ്നം നടത്തുന്നുണ്ട്. ആ പ്രശ്നത്തിൽ ക്ഷേത്രം പൊളിച്ചു പണിയാനും ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണത്തിനെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ നവീകരണ കർശനം മുതലായവ നടത്തേണ്ടതാണെന്നുള്ളൊരു തീരുമാനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം പണി നടത്തുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ആ കൊല്ലം തന്നെ നടത്തേണ്ട ഈ ക്ഷേത്ര നവീകരണ കർശനം മാറ്റിവെക്കുകയും 2011 മുതൽ നമ്മൾ ഈ നവീകരണ കലശവും ക്ഷേത്രനിർമ്മാണവും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാലങ്ങളിലാണ് നമുക്ക് കോവിഡ് സുനാമി ഉണ്ടായ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ഈ കാര്യം മുഴുവൻ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കാനാടിമഠം ഇതിൻ്റെ കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഏപ്രിൽ 23-ന്. അന്ന് തന്നെ തീർത്ഥക്കുളം രുദ്രമഹാകാളികാവ് മുത്തപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്ന് തണ്ടികവരവുണ്ട്. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ സോപാനത്തിന്റെ സമർപ്പണവും കീനൂരപ്പന് ഒരടി ചുറ്റുമതിൽ പദ്ധതി സമർപ്പണവും നടത്തി. പിച്ചള പൊതിഞ്ഞ വാതിലിന്റെയും സോപാനത്തിന്റെയും സമർപ്പണ ചടങ്ങുകൾക്ക് തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീനൂരപ്പന് ഒരടി ചുറ്റുമതിൽ സമർപ്പണം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയും സിനിമാ നിർമ്മാതാവുമായ ശശി അയ്യഞ്ചറ നിർവഹിച്ചു. സിനിമാ താരം രമ്യ സമർപ്പണം ഏറ്റുവാങ്ങി. കീനൂർ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കീനൂർ മഹാദേവ ക്ഷേത്രം സെക്രട്ടറി കെ ഹരിദാസ്, രക്ഷാധികാരി KS ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് സുധീഷ് തൈപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കൃഷ്ണായ അസുദേവായ ഹരയേര മഹാത്മനെ പ്രകൃതക്ലേശനാശായ ഗോവിന്ദായ ഗോർവ.
നേരത്തെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അതിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. തമിഴ് ഭാഷയിൽ നിന്നാണ് അമ്പലം എന്നുള്ള വാക്ക് വന്നത്. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹത്തിന്റെ ആലയം, അതാണ് അമ്പലം. ഈ അമ്പലത്തിൽ വരണം എന്നുള്ളത് കുറച്ച് നാളായിട്ട് മോഹിക്കണം. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വീടാണ്, അമ്മാത്ത ഉള്ള അമ്പലമാണ് കിരൂർ അമ്പലം. അപ്പൊ ഇവിടെ വന്ന് തോന്നണമെന്ന് കുറെ കാലമായിട്ട് നിരീക്കുന്നുണ്ട്. ഇത്രയും നല്ല, നിങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം, അതായത് ഇത്രയും നല്ല ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് കിരൂരപ്പന്റെ നമ്മുടെ സങ്കല്പവും നമ്മുടെ സ്വപ്നങ്ങളും അതിന് ചിറക് മുളച്ച് അനന്തവികായസിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹം ഇന്ന് സഫലീകരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഭഗവാന്റെ സാന്നിധ്യം ഈ നാട്ടിൽ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ ജീവിതശൈലികൾക്കുമൊക്കെ ഭഗവാന്റെയും അതുപോലെ തന്നെ പാർവതിയുടെയും അനുഗ്രഹം നമുക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും നേരെ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. നമ്മുടെ തന്ത്രി ബ്രഹ്മശ്രീ വടക്കാടൻ കേശവൻ നമ്പൂതിരിയുടെ ചെറിയൊരു കുറ്റബോധത്തോടെ നിൽക്കുന്നത്. കാരണം ഇപ്പോഴല്ല, ഒരു 15-20 കൊല്ലം മുമ്പ് അങ്ങനെ ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നുള്ളൊരു ആശയം കമ്മിറ്റിക്ക് മുന്നിൽ രക്ഷാധികാരി അവതരിപ്പിക്കുന്നതും അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമം ആരംഭിച്ചതും. വേദിയിലും പൊതുയോഗത്തിലും പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരാൻ ലോട്ടസ് സലൂൺ ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ് വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. പള്ളിക്കുന്ന് അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം AB കോംപ്ലക്സിലാണ് ലോട്ടസ് സലൂൺ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് നിർവഹിച്ചു. ജിൻസൺ പാനിക്കുളങ്ങരയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ആകർഷകമായ ഓഫറുകൾക്ക് പുറമെ നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങിയ ബ്രൈഡൽ മേക്കപ്പ് പാക്കേജുകളും ലോട്ടസ് സലൂൺ ഒരുക്കിയിരിക്കുന്നു. 5000 രൂപ മുതൽ ആരംഭിക്കുന്ന ബ്രൈഡൽ മേക്ക് ഓവർ പാക്കേജുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആഘോഷവേളകളിൽ മോടി കൂട്ടാൻ പ്രീമിയം സലൂണായി ലോട്ടസ് പ്രവർത്തിക്കും. പ്രീമിയം സർവീസുകൾ അഫോർഡബിൾ റേറ്റിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. എല്ലാവിധ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ലോട്ടസ് പരിഹാരം കാണുന്നു. മുഖസൗന്ദര്യവും മുടി സംരക്ഷണവും ഇനി ഒരു കുടക്കീഴിൽ. സമീപിക്കുക ലോട്ടസ് സലൂൺ ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ്, AB കോംപ്ലക്സ്, അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പള്ളിക്കുന്ന്, വരന്തരപ്പള്ളി. ഫോൺ നമ്പർ 9072787676. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ത്രയംബകം ടീം കാവുന്തറയും സുമംഗലി ടീം കൊടകരയും ശിവശക്തി പന്തലൂരും തൃശൂർ കലാവേദി മോനടി എന്നിവർ അവതരിപ്പിച്ച വനിതകളുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളി അരങ്ങേറി. തുടർന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. നിർധനർക്കായി വിതരണം ചെയ്യുന്ന പലവ്യഞ്ജന കിറ്റുകളുടെ വിതരണം ജീവൻ TV എക്സിക്യൂട്ടീവ് ഡയറക്ടർ PJ ആന്റണി നിർവഹിച്ചു. മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര മുഖ്യാതിഥിയായിരുന്നു. കൂടാതെ വർഷങ്ങളായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏകലവ്യ കലാകായിക സമിതിക്ക് ചില സുമനസ്സുകൾ നൽകുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടത്തി. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, ഭാരവാഹികളായ പ്രദീപ് കല്ലിങ്ങപ്പുറം, ജോയ് നെല്ലിശ്ശേരി, KV ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നെല്ലായി തെയ്യനം അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി.
നല്ല സന്ധ്യ കാഴ്ചവെക്കുകയും ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് നടത്തുന്ന ഈ പരിപാടിയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ദയം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏകലവ്യ ക്ലബ്ബ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടുകാരുടെ മുഴുവൻ ആദരവ്, ബഹുമാനം, സ്നേഹം, കരുതൽ എല്ലാം ഉണ്ട് എന്ന് ഈ ആൾക്കൂട്ടം തന്നെ നല്ല മുളം കണ്ടു മുളം ഗാനമോടെ ഓടിവായ് ഗാനമോടെ ഓടിവായ് ഗാനമോടെ ഓടിവായോ നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായ മുരളീധര മാധവ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കെ സ്മാർട്ട് ആരംഭിച്ചതിന്റെ ഭാഗമായി എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആയതുമൂലം പൊതുജനങ്ങൾക്ക് സഹായകരമായി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് കുടുംബശ്രീ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സരിത തിലകൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ.എം. പുഷ്പാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം.കെ. വിജയൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് സെക്രട്ടറി ജി. സബിത, പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ എന്നിവർ പ്രസംഗിച്ചു. സ്വയമേവ മൊബൈലിലും അതുപോലെ ഇതുപോലെയുള്ള ഓൺലൈൻ കേന്ദ്രങ്ങളിലുമൊക്കെ ഈ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഗ്രാമപഞ്ചായത്തിൽ ആരെങ്കിലും അപേക്ഷകരായി വന്നാൽ അവരെ നമ്മൾ വളരെ ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് ഇത്തരം ഹെൽപ്പ് ഡെസ്കുകളിലേക്ക്. കൊമ്പൻ കരുവന്തല ഗണപതി ചരിഞ്ഞു. തൃശൂർ കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പനാണ് ഗണപതി. 25 വയസ്സ് പ്രായം മാത്രമുള്ള ആനയ്ക്ക് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട്. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് ചരിഞ്ഞത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനദ്രോഹ നടപടി സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ചൊവ്വാഴ്ച രാവിലെ 10:30 നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രമോദ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് ജിജോ പുന്നക്കര അധ്യക്ഷനാകും. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി ഗ്രാമിന് 9,000 കടന്നു. പവന്റെ വില 72,000 പിന്നിട്ടു. പവന് 560 രൂപ വർദ്ധിച്ച് 72,120 രൂപയും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 9,015 രൂപയുമായി. തിങ്കളാഴ്ച അന്താരാഷ്ട്ര സ്വർണ്ണവില $3,284 രൂപയുടെ വിനിമയ നിരക്ക് 85.22 24 കാരറ്റ് സ്വർണ്ണവില കിലോഗ്രാമിന് ബാങ്ക് നിരക്ക് 1 കോടി രൂപ ആയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ അന്താരാഷ്ട്ര സംഘർഷങ്ങളിലും താരിഫ് തർക്കങ്ങളിലും അയവ് വന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അന്താരാഷ്ട്ര വില ഈ കുതിപ്പിലാണെങ്കിൽ താമസിയാതെ $3,500 കടന്നേക്കും. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ മുതലിറക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. ഏപ്രിൽ 30 എത്തുന്ന അക്ഷയ തൃതീയ ആഘോഷങ്ങളോടൊപ്പം വിവാഹ സീസണുകൾ വരുന്നതിനാൽ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 109 രൂപയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. നടത്തം മികച്ചൊരു വ്യായാമമാണെന്ന കാര്യം നമുക്കറിയാം. ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കാൻ മാത്രമല്ല, ഹൃദയത്തെ സംരക്ഷിക്കാനും നടത്തം സഹായകമാണ്. പല സമയങ്ങളിൽ നടക്കുന്നവരുണ്ട്. എന്നാൽ കൂടുതൽ പേരും അതിരാവിലെ നടക്കുന്നവരാണ്. രാവിലെ മാത്രമല്ല, വൈകിട്ട് നടക്കുന്നതും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ദിവസവും 30 മിനിറ്റ് നേരം നടക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. പതിവായി നടക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഹൃദയാഘാതം, പക്ഷാഘാത സാധ്യത എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും
ഊർജം വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നടത്തം കലോറി കുറയ്ക്കുകയും മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഫലങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സഹായിക്കും. ഇത് ദഹനത്തെയും സഹായിക്കുന്നു. ദിവസേനയുള്ള നടത്തം കോർട്ടിസോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക മാനസികാവസ്ഥ ഉയർത്തുന്ന എൻഡോർഫിനുകളുടെ അളവ് കൂട്ടുന്നതിനും സഹായകമാകും. 30 മിനിറ്റുള്ള നടത്തം ക്ഷീണത്തെ അകറ്റുന്നു. ക്ഷീണിതനാണെങ്കിൽ പോലും നടത്തം രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പേശികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നടത്തം തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അമിത കൊഴുപ്പ് പല രോഗങ്ങൾക്കുമുള്ള ഒരു കാരണമാണ്. നടത്തം ഉദാസീനമായ ജീവിതശൈലിയെ ചെറുക്കുന്നതിനും വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനും സഹായകമാണ്. ദിവസവും 30 മിനിറ്റ് നേരം നടത്തം പതിവാക്കുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കും. ദിവസവും രാവിലെ നടക്കുന്നത് ശരീരത്തിനാവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡി അസ്ഥികൾക്കും പ്രതിരോധശേഷിക്കും അത്യാവശ്യമാണ്. ഉറക്കക്കുറവ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂട്ടുന്നു. സ്ഥിരമായ നടത്തം ഉറക്കമില്ലായ്മ കുറയ്ക്കാനും സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും നടത്തം സഹായിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയെ സന്തുലിതമാക്കുന്നതിനും ടൈപ്പ് 2 പ്രമേഹത്തെ തടയുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ 10നും 15നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഏപ്രിൽ 28-ന് 4 മണിക്ക് മുൻപായി അളഗപ്പനഗർ പഞ്ചായത്തിൽ സമർപ്പിക്കണം. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപയും പവന് 72,120 രൂപയും രേഖപ്പെടുത്തി. വരാക്കര തട്ടിൽ കാട താണ്ടു അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ യോഹന്നാനാണ് ഭർത്താവ്. പുതുക്കാട് ചെറുവാൾ കരിമ്പിനക്കൽ കൃഷ്ണൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നാരായണിയാണ് ഭാര്യ. മല്ലിക, അനിതകുമാരി, അജിത് കുമാർ, മിനി എന്നിവർ മക്കളും. ശ്രീധരൻ, ഗിരിജ, പരേതനായ കുട്ടൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം ബാക്കി ഫ്രാൻസിസ് മാർപ്പ കാലം ചെയ്തു. വെണ്ടൂരിൽ 3 വയസ്സുകാരി മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. കല്ലുക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയാണ് മരിച്ചത്. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. കോടാലി മോനടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ സോപാനത്തിന്റെ സമർപ്പണവും കീനൂരപ്പന് ഒരടി ചുറ്റുമതിൽ പദ്ധതി സമർപ്പണവും നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി ഗ്രാമിന് 9,000 കടന്നു. പവന്റെ വില 72,000 പിന്നിട്ടു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.